ഇടുക്കി കാന്തല്ലൂരിൽ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാനുള്ള ദൗത്യം 4ാം ദിവസവും തുടരുന്നു. പ്രദേശത്തെ 4 ആനകൾ വനവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഏതാനും ദിവസങ്ങളായി പ്രദേശത്തെ കാട്ടാനശല്യം രൂക്ഷമായിരുന്നു. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, ഈ വനവകുപ്പിന്റെ ദൗത്യം ഏത് തലത്തിലാണ് ഈ കാട്ടാനെ തുരത്താൻ വേണ്ടിയുള്ളത്? അജി, മലയോര മേഖലയിലാകെ കാട്ടാനശല്യം രൂക്ഷമാകുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ശീതകാല പച്ചക്കറിയുടെ കേന്ദ്രമായ കാന്തല്ലൂരിലും കാട്ടാനശല്യം ഉണ്ടാകുന്നത്. തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി പ്രദേശത്ത് കാർഷിക വിളകൾ അടക്കം നശിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി വരുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഈ കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 ദിവസമായി ഈ ദൗത്യം തുടരുകയാണ്. മറയൂർ DFOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ച് 6 ടീമുകളായി തിരിഞ്ഞുകൊണ്ട് കാട്ടാനകളെ കണ്ടെത്താനുള്ള ശ്രമമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. രാത്രികാലങ്ങളിലായിരുന്നു ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക്, കൃഷി മേഖലയിലേക്ക് ഇറങ്ങി വരികയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നത്. പകൽ നടത്തുന്ന ഈ ദൗത്യത്തിൽ കാട്ടാനകളെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലനിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി 4 കാട്ടാനകളെ കണ്ടെത്താൻ വനം വകുപ്പിനായത്. 4 കാട്ടാനകളും ഇന്നലെ മുതൽ നിരീക്ഷണത്തിലാണ്. ഇന്നലെ വൈകിട്ട് കാട്ടാനകളെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമം വനം വകുപ്പിന്റെ സംഘങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ 4ാം ദിവസവും വീണ്ടും കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം നടത്തുന്നത്. ആ മേഖല പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. കാർഷിക വിളകൾ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രദേശമാണ്. ആ മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിൽ കർഷകരുടെ ഒരു സ്ഥലമാണ്, കർഷകരുടെ ഒരു ഇടമാണ്. ആ മേഖലയിലേക്ക് ഈ ആനകൾ ഇറങ്ങി വരുന്നത് വലിയ പ്രതിസന്ധി ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കൂടെ പങ്കാളിത്തം ഈ ദൗത്യത്തിൽ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ കാട്ടാനകളെ നിരീക്ഷിക്കുകയും കാട്ടിലേക്ക് തിരികെ അയക്കാനുള്ള ശ്രമം നടത്തുന്നത്. നിലവിൽ 4 കാട്ടാനകളെ ആ പ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ തൊട്ടടുത്തുള്ള വനമേഖലയിലേക്ക് കടത്തിവിടാനുള്ള ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. കാട്ടാനകളെ പൂർണ്ണമായും ജനവാസ മേഖലയിൽ നിന്ന് തുരത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് വനം വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഏതായാലും ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കാട്ടാനകളെ തിരിച്ചു കാട്ടിലേക്ക് അയക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനം വകുപ്പ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അജി, ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.